ഓരോ യുദ്ധത്തിനു പോകുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നറുക്കിട്ട് കിട്ടുന്ന ഭാര്യയെ കൊണ്ടുപോവാറുണ്ടായിരുന്നു. ഇത്തവണ നറുക്കു വീണത് ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. ഉമ്മു സലമയെയും കൊണ്ടുപോയിരുന്നു. ഹിജാബിന്റെ സുത്തം ഇറങ്ങിയതിനു ശേഷമായതിനാൽ ഒട്ടകക്കട്ടിലിനുള്ളിൽ മറയിലിരുന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധത്തിന് പോയത്. യുദ്ധം ഘോരമായി നടന്നു. മുസ്ലിങ്ങൾ വിജയിച്ച് തിരിച്ചു വരുമ്പോൾ വിശ്രമത്തിനായി മദീനക്കടുത്ത് എല്ലാവരും ഇറങ്ങി. രാത്രിയാവാറായി. യാത്ര പുനരാരംഭിക്കുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ വിസർജാവശ്യത്തിനായി അല്പം അപ്പുറത്തേക്ക് മാറി നിന്നു. തിരിച്ചു വന്നപ്പോൾ യാത്ര ആരംഭിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. പക്ഷേ പരതി നോക്കുമ്പോൾ മാല കഴുത്തിലില്ല. വേഗം അവിടെ തന്നെ പോയി കുറെ തിരഞ്ഞു. മാല കിട്ടി തിരിച്ചു വന്ന് നോക്കുമ്പോ ഒപ്പമുണ്ടായിരുന്നവരൊക്കെ പുറപ്പെട്ടിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ 14 വയസ്സ് പ്രായമുള്ള ചെറിയ പെൺകുട്ടിയാണ്. മാത്രമല്ല തീരെ ഉയരവും ഉണ്ടായിരുന്നില്ല. ഭാരമൊന്നുമില്ലാത്തതിനാൽ അവർ ഇല്ലാത്തത് ഒട്ടകക്കട്ടിൽ എടുത്തു വെച്ചവർ അറിഞ്ഞിരുന്നില്ല. കട്ടിലിനുള്ളിൽ ഉണ്ടെന്ന ധാരണയോടെ അവർ അതും നയിച്ചു പോയിട്ടുണ്ടാവുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി. അവസാനം ഹത്യാശയായി ഒരു മരച്ചുവട്ടിലിരുന്നു. ക്ഷീണത്താൽ ഉറങ്ങിപ്പോയി. വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നിലായി വരാൻ ആരെങ്കിലും ഏൽപ്പിക്കാറുണ്ട്. സഫ്വാനെയാണ് അന്ന് ചുമതലപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം അതുവഴി വന്നു. ആരോ ഒരാൾ ഇരുന്ന് ഉറങ്ങുന്നതായി തോന്നി. അടുത്തെത്തിയപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഇന്നാ ലില്ലാഹ് എന്ന് ചൊല്ലി. ശബ്ദം കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഉണർന്നു. അദ്ദേഹം ഒട്ടകത്തെ താഴ്ത്തി കൊടുത്തു. മഹദി അതിന് പിന്നിലായി കയറിയിരുന്നു. അദ്ദേഹം ഒട്ടകത്തെയും തെളിയിച്ച് മുന്നിലും ഒരക്ഷരം ഉരിയിടാതെ കുറെ ദൂരം സഞ്ചരിച്ചു. അപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യിനെയും കൂട്ടരെയും കണ്ടുമുട്ടിയത്. ഇത് പ്രശ്നമാക്കണം. ആയിഷക്കും സഫ്വാനും ഇടയിൽ എന്തോ ബന്ധമുണ്ട്. അവർ ശപഥം ചെയ്തു. അവർ മദീനയിലെത്തി. ആയിഷ റളിയല്ലാഹു അൻഹ എന്തോ അസുഖം കാരണത്താൽ വീട്ടിൽ കിടപ്പിലായി. അബ്ദുല്ലാഹിബ്നു ഉബയ്യും കൂട്ടരും നാടുനീളെ പറഞ്ഞു നടന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലും എത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനും ആശ്രിതനുമായ മിസ്അബ് ഇബ്നു അസാസ്, നബിയുടെ അമ്മായിയുടെ മകളും നബി പത്നി സൈനബിന്റെ സഹോദരിയുമായ ഹംഷ ബിൻത് ജഹ്ഷ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കവി ഹസ്സാൻ ഇബ്നു സാബിത്ത് തുടങ്ങിയ പ്രമുഖ സ്വഹാബികൾ പോലും ഈ പ്രശ്നം ഏറ്റുപിടിച്ചു. ഈമാനുള്ളവർ രക്ഷപ്പെടും, അല്ലാത്തവർ ഇരയാവുമെന്ന മട്ടിലായി. പലരും അറിയാതെ പെട്ടുപോയി. ഈ പ്രചരണം ഒന്നും ആയിഷ റളിയല്ലാഹു അൻഹ അറിഞ്ഞിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം തന്നിരുന്ന സ്നേഹത്തിന് എന്തോ കുറവുണ്ടെന്ന് ആയിഷയ്ക്ക് തോന്നി. പിന്നെ അത് കൂടി വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടൻ സമ്മതിക്കുകയും ചെയ്തു. പലപ്പോഴും എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് രോഗവിവരം അന്വേഷിക്കും, ഉടൻ തിരിച്ചു പോകും. 20ലേറെ രാത്രികൾക്ക് ശേഷം രോഗം മാറി. എന്റെ പൊന്നു റസൂലിന്റെ സ്നേഹത്തിന് എന്താ കുറവ് വന്നത് എന്ന് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പലതവണ ചിന്തിച്ചു. ഒരു ദിവസം ഞാൻ മലമൂത്ര വിസർജനത്തിനായി പുറത്തുപോയി. ഉമ്മു മിസ്തഹ് കൂടെയുണ്ട്. ഇരുവരും നടക്കുമ്പോൾ ഉമ്മു മിസ്തഹ് തട്ടം തടഞ്ഞു വീണു. തത്സമയം ഉമ്മു മിസ്തഹ് പറഞ്ഞു, മിസ്തഹ് നശിക്കട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സ്വഹാബി അല്ലേ? അപ്പോൾ ഉമ്മു മിസ്തഹ് ചോദിച്ചു, അബൂബക്കറിന്റെ മകളെ, നീ ഒന്നും അറിഞ്ഞില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ എന്താണെന്ന് തിരക്കി. മുഴുവൻ വിവരിച്ചു കൊടുത്തു. മറക്കിരിക്കാൻ കഴിയാതെ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പോന്നു. ദുഃഖിതയായി കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമത്തിനും കണക്കുണ്ടായിരുന്നില്ല. ദുഷ്പ്രചരണം കേട്ട് മനം മടുത്തു. അപവാദ പ്രചരണത്തിന് ശേഷം ആദ്യമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഇരുന്ന് പറഞ്ഞു, ആയിഷ, ആളുകൾ പറയുന്നത് നീ അറിഞ്ഞിരിക്കുമല്ലോ. നീ അള്ളാഹുവിനെ പേടിക്കണം. ജനങ്ങൾ പറയുന്ന രീതിയിൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക. അള്ളാഹു അടിമകളുടെ പശ്ചാത്താപം സ്വീകരിക്കും. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മരവിച്ചുപോയി. മറുപടി കൊടുക്കാൻ നാവുകൾക്ക് കഴിയുന്നില്ല. മാതാപിതാക്കളോട് മറുപടി പറയാൻ ആവശ്യപ്പെട്ടു. അവർ മൗനം ദീക്ഷിച്ചു.
അപ്പോൾ ധൈര്യവും തന്റേടവും വീണ്ടു കിട്ടിയെന്നോണം നബിയെ നോക്കി ഗദ്ഗദ കണ്ണുകളുമായി അവർ പറഞ്ഞു, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ ഒരിക്കലും പശ്ചാത്തപിക്കില്ല. ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹുവിന് അറിയാം. എന്നിരിക്കെ ജനങ്ങൾ പറയുന്നത് ശരിവെച്ചാൽ ഇല്ലാത്തത് പറയലാവും. അവർ പറയുന്നത് നിഷേധിച്ചാൽ അവർ വിശ്വസിക്കുകയുമില്ല. തുടർന്ന് പറഞ്ഞു, സുന്ദരമായ ക്ഷമ കൈക്കൊള്ളുന്നു. അള്ളാഹുവാണ് സത്യം എന്ന് അവർ പറയുന്നതിൽ യൂസഫിന്റെ പിതാവ് പറഞ്ഞതാണ് എനിക്കും പറയാനുള്ളത്. ആ ഇരുപ്പിൽ തന്നെ നാഥൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറക്കി. നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ചുകൂടി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സന്തോഷിക്കൂ ആയിഷ, നിന്റെ നിരപരാധിത്വം അള്ളാഹു ഖുർആൻ കൊണ്ട് തെളിയിച്ചു. ഇത്തരത്തിൽ സൂക്ഷ്മതയും ഭയഭക്തിയുമുള്ളവരായിരുന്നു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത് ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന മകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ആയിരുന്നു. മഹദി അവர்களுടെ 6 or 7 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് മക്കയിൽ വെച്ച് പ്രവാചകൻ മഹദിയെ വിവാഹം ചെയ്തത്. തുടർന്ന് 8ാം വയസ്സിലാണ് ദാമ്പത്യ ജീവിതം തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ കന്യകയായി വിവാഹം ചെയ്ത ഏക ഭാര്യ മഹദിയായിരുന്നു. നബുവത്തിന്റെ 4ാം വർഷത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായി മഹദി ജനിച്ചു. ഖുറൈശി ഗോത്രത്തിലെ കിനാന വംശജയായ ഉമ്മു റുമാൻ ബിൻത്ത് അമീർ ഇബ്നു ഉവൈഫർ ആയിരുന്നു മഹദിയുടെ മാതാവ്. മഹദി അവർകൾ പല പേരിലും അറിയപ്പെട്ടിരുന്നുവെങ്കിലും നബിയുടെ പത്നിമാർക്ക് വിശുദ്ധ ഖുർആൻ നൽകിയ ബഹുമതി ഉമ്മുൽ മുഅ്മിനീൻ അഥവാ വിശ്വാസികളുടെ മാതാവ് എന്ന പേരിലാണ് അവർ ഏറെയും അറിയപ്പെട്ടിരുന്നത്. ഹുമൈറ അഥവാ ചുവപ്പ് ചേർന്ന വെളുത്തവൾ എന്നും തിരുമേനി ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചിരുന്നു. പിതാവും മാതാവും ആദ്യമേ വിശ്വാസികളായതിനാൽ ജനിച്ചതും വളർന്നതും മുസ്ലിമായി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം അറിയണം, എല്ലാം പഠിക്കണം എന്നുള്ള അതിയായ ആഗ്രഹവും ആകാംക്ഷയും ജിജ്ഞാസയും മഹദിയുടെ മനസ്സിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ പല പ്രമുഖ സ്വഹാബി വര്യന്മാരുടെയും ഗുരുവായി മാറാൻ മഹദിക്ക് സാധിച്ചു. മദ്യചഷകത്തിൽ വീണു കിടക്കുന്ന വണ്ടിനെ നോക്കി, വണ്ടേ നീ എത്ര ഭാഗ്യം ചെയ്തവൻ, കള്ളുകുടിച്ചു മരിക്കാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് കവിത പാടിയിരുന്ന അന്ധകാരത്തിന്റെ ആ ഇരുണ്ട കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ആഗമന കാരണത്താൽ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റിരുന്ന ആ യുഗത്തിൽ മഹദി ചെറുപ്പം മുതൽക്കേ അവർക്ക് ഇതൊരു ശീലമായി മാറിയിരുന്നു. ശൈശവകാലത്ത് പാവകളിലും ഊഞ്ഞാലാട്ടത്തിലും തൽപരരായിരുന്നു. സമപ്രായക്കാരായ കളിത്തോഴിമാരും മഹദിക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിഷ ബീവിയുടെയും വിവാഹം ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ക്രൂരത നേരിടുന്ന വേളയായിരുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയെയും ഉമ്മു റുമാനെയും സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹയെയും മദീനയിലേക്ക് കൊണ്ടുവരാൻ സെയ്ദ് ഇബ്നു ഹാരിസ്, അബൂ റാഫി എന്നിവരെ മക്കയിലേക്ക് അയച്ചു. 5000 ദിർഹമും 2 ഒട്ടകവും കൂടെ അയച്ചു. ഹിജ്റയ്ക്ക് ശേഷം 8 മാസം കഴിഞ്ഞാണ് ഇത് നടക്കുന്നത്. മസ്ജിദ് നബവിയോട് ചേർന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് പ്രവാചകർ ഒരു ഭവനം പണിതിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തങ്ങളുടെ തോഴിമാരോടൊപ്പം ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം, മധുവിധുവിനായി അണിയിച്ചൊരുക്കാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ടുവന്ന് അൻസാരി പ്രമുഖനായ ഒരു സ്വഹാബി കൊടുത്തയച്ച ഭക്ഷണപ്പൊതികൾ എല്ലാം ആ വേളയിൽ കൊടുത്തു തീർത്തു. അസ്മാ ബിൻ യസീദ് റളിയല്ലാഹു അൻഹയാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ അണിയിച്ചൊരുക്കിയത്. അവരോടൊപ്പം കുറെ സ്ത്രീകളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപം വന്നിരുന്നു. അപ്പോൾ ആരോ പാൽ കൊണ്ടുവന്നു. നബി അല്പം കുടിച്ച് ആയിഷ റളിയല്ലാഹു അൻഹക്ക് നൽകി. ആയിഷ ലജ്ജിച്ച് തല താഴ്ത്തി. അവർ കുടിക്കാൻ നിർബന്ധിതരായി. അതിനുശേഷം നബി തങ്ങൾ മറ്റു കൂട്ടുകാരികൾക്ക് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് 10 അടിയോളം നീളവും ഈന്തപ്പനയോലകൾ കൊണ്ടും മട്ടലുകൾ കൊണ്ടുമാണ് മേൽക്കൂര ഉണ്ടാക്കിയിരിക്കുന്നത്. പള്ളിയോട് ചാരിയായിരുന്നു മഹദിയുടെ വീട്. വാതിൽ പള്ളിയിലേക്ക് തുറന്നിട്ട രീതിയിലായിരുന്നു വീട് നിലകൊണ്ടിരുന്നത്. മറയുന്ന പോലെ അതിനു മുന്നിൽ ഒരു കരിമ്പിടം തൂക്കിയിട്ടിരിക്കുന്നു. അതിനടുത്ത് ഒരു ചെറിയ റൂം ഉണ്ട്. മഷ്റബ എന്നാണ് അതിന്റെ പേര്.
ഒരു കട്ടിൽ, ഒരു ബെഡ്ഷീറ്റ്, ഈത്തപ്പഴം സൂക്ഷിക്കുന്ന 2 മൺഭരണികൾ, ഒരു വെള്ളക്കൂട്ടം, ഒരു കപ്പ്, ഒരു മൺവിളക്ക് എന്നീ സാമഗ്രികളായിരുന്നു മഹദിയുടെ വീട്ടിലുണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ വലിയ ബുദ്ധിശാലിയും ജിജ്ഞാസയുടെ ഉടമയുമായിരുന്നു. ഒരു ദിവസം മഹദി കുറെ കളിക്കോപ്പുകൾ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങൾ അവിടേക്ക് വരികയും കൂട്ടത്തിൽ ചിറകുള്ള കുതിരയുടെ രൂപം കണ്ടപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, ഇതെന്താണ്? കുതിര എന്നായിരുന്നു മഹദിയുടെ മറുപടി. ഇതിന് ചിറക് എങ്ങനെ ഉണ്ടായി എന്ന് നബിതങ്ങൾ ചോദിച്ചപ്പോൾ സുലൈമാൻ നബിയുടെ കുതിരക്ക് ചിറക് ഉണ്ടായിരുന്നല്ലോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു. നബിതങ്ങൾ കുട്ടിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ 2 തവണ ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട്. അതിൽ ആദ്യ തവണ ആയിഷ വിജയിച്ചു. 2ാം കളത്തിൽ ആയിഷയെ നബി പരാജയപ്പെടുത്തി. ആയിഷയുടെ 18ാം വയസ്സിലാണ് തന്റെ പ്രേമഭാജനം തന്റെ മടിത്തട്ടിൽ വെച്ച് വഫാത്തായത്. പിന്നീട് നീണ്ട 48 വർഷം വൈദവ്യം തന്നെ. അലി റളിയല്ലാഹു അൻഹുവിന്റെ 4 വർഷത്തെ ഭരണത്തിനു ശേഷം അധികാരത്തിൽ വന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ശയ്യാവലംബിയായി. രോഗം ഏതാനും ദിവസം നീണ്ടുനിന്നു. ഹിജ്റ 58 റമദാൻ 17 തിങ്കളാഴ്ച തന്റെ 66 വയസ്സിൽ രാത്രി ഫിത്ർ നിസ്കാരാനന്തരം ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ഇഹലോകവാസം വെടിഞ്ഞു. മദീന ഗവർണറും പ്രമുഖ സഹാബിയുമായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. സൈത്ത് എണ്ണയിൽ കത്തിച്ച വിളക്കിന്റെ വെളിച്ചത്തിൽ രാത്രി സമയത്ത് ഖബറടക്കം ചെയ്തു. അസ്മഹിന്റെ മകൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് തന്നെ മറവ് ചെയ്യാൻ മഹദി വസിയ്യത്ത് ചെയ്തിരുന്നു. ജന്നത്തുൽ ബഖീലാണ് മഹദിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്.